ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചോറ് വെച്ചിട്ട് കുറച്ച് ഒരു ചെറിയ ബൗൾ ചോറ് വെച്ചിട്ട് ഒരു മധുര റെസിപ്പിയാണ് ഉണ്ടാക്കണേ. ഇത്രയും ചോറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴം അതിൻ്റെ കുരുക കളഞ്ഞ് വെച്ചതാണ്. അത് നിങ്ങൾ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത്രയാണ് ഇട്ട് കൊടുക്കാൻ. അത്യാവശ്യം മധുരം വേണമല്ലോ, അതുകൊണ്ട് 3-4 സ്പൂണ് പഞ്ചസാര. ഇതിനകത്ത് മെയിൻ കൂട്ട് കൊക്കോ പൗഡറാണ്. അത് വലിയ ടേബിൾ സ്പൂൺ നിറച്ചാണ് കേട്ടോ. ഇപ്പം നിറയെ എടുത്തേക്കണത് കൊണ്ട് ഇതിപ്പം 3 സ്പൂൺ ഉണ്ടാവും കേട്ടോ. നിറച്ച് എടുത്തേക്കണതാണ് 3 സ്പൂണ് കൊക്കോ പൗഡർ. വാനില എസൻസ് ഒരു കുറച്ച്. ആവശ്യത്തിന് പാലൊഴിച്ച്, ഇതിനകത്ത് കുറച്ച് കട്ടയുണ്ട്. ആദ്യം ഞാൻ പാൽ മാത്രം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ തിക്കായിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തേക്കണത്. ഉണ്ടോ? ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങോ റെസിപ്പി എന്താ വേണമെങ്കിലും പറയാം കേട്ടോ. ഞാനിത് കശുവണ്ടി ക്രഷ് ചെയ്തതാണ്, പക്ഷെ പൊടിഞ്ഞു പോയി. അപ്പം അത് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. മീതെ കൊക്കോ പൗഡർ കുറച്ചൊന്ന് പൊടി പോലെ ഇട്ട് കൊടുക്കുക. കശുവണ്ടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉള്ളത് അല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. കശുവണ്ടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്പൂൺ കൊണ്ട് ഇടുന്ന കാരണം കൊണ്ട് അങ്ങോട്ട് ശരിയാവണില്ലെന്ന്. ഇതിന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കുക. ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഇത് അടിപൊളി ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചോറ് വെച്ച് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ചോറ് വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കട്ടെ. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.